നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വോൾട്ടേജിനെ പറ്റിയിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റിയിട്ടുമൊക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ശരിക്കും ഒരു തിയററ്റിക്കൽ അപ്രോച്ചാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് നമ്മളൊരു തിയററ്റിക്കലി അതിനെ എങ്ങനെ പറയാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പം ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒക്കെ നിങ്ങളുടെ പഠനത്തിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുന്നതിനാണ്. അപ്പോൾ അതെങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതെന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളും വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും അതിൻ്റെ മെഷർമെൻറ്റ് എന്താണെന്നുള്ളതും തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് അല്ലേ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എനർജി കേപ്പബിൾ ഓഫ് ഡൂയിങ് സം വർക്ക് എന്നാണ്. അതായത് ഒരു ജോലി ചെയ്യാനുള്ള എനർജി. ഇപ്പം നമുക്കിങ്ങനെ ഒരു ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ബോക്സിനെ മൂവ് ചെയ്യിച്ചിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യണം അല്ലേ. നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു എനർജി വേണം. ഈ എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഇപ്പം നിന്നെ കൊണ്ട് ഈ ഒരു വർക്ക് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എനർജിയാണ്. ഒരു ജോലി ചെയ്യാനുള്ള ഒരു എനർജിയാണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായി. അടുത്ത നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ഇലക്ട്രോണിക്സിൽ എന്താണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ചാർജ് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ ഈ മൂവ് ചെയ്യിക്കേണ്ടത് എന്താണ്? നമ്മൾ ഇലക്ട്രോൺസിനെ ആണ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ പ്രോട്ടോൺസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, അതിനെ മൂവ് ചെയ്യിക്കലോ ആണ് നമുക്ക് ഇലക്ട്രോണിക്സിനകത്തുള്ളത്. ഇതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ആ ജോലി ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് എന്താണെന്നുള്ള അറിയണം അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇത് 5 കിലോ ഉണ്ട്. അപ്പോൾ ഈ 5 kg ഉള്ള ഈ ബോക്സിനെ നീക്കാൻ എത്ര എനർജി വേണമെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതുപോലെ നമുക്ക് ചാർജും എന്താണെന്നുള്ള അറിയണ്ടേ. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ ചാർജിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എടുക്കുക. ചാർജിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ചാർജ് ഈസ് എ റിസൾട്ട് ഓഫ് വർക്ക് ഡൺ ഇൻ സെപ്പറേറ്റിംഗ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. അതായത് നമുക്കറിയാം ഒരു ആറ്റത്തിനകത്ത് അല്ലേ, ഒരു ആറ്റത്തിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിന് ചുറ്റും ഇങ്ങനെ എന്താണ് ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പം ഇത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഈ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഈ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. അപ്പം ഇതിന് പോസിറ്റീവ് ചാർജും ഇതിന് നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന കാരണം ഇതിങ്ങനെ ക്ലോസ്ലി പാക്ക് ചെയ്തിരിക്കുക, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ വെളിയിൽ പോകാനുള്ള ചാൻസ് ഇല്ല, അവർ ഇതിനുള്ളിൽ തന്നെയാണ് നിൽക്കുക. അപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഈ ചാർജിനെ ഈ പ്രോട്ടോൺസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വർക്കില്ലേ, ആ വർക്കിനെ നമ്മൾ ചാർജ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വർക്കാണ് ചാർജ്. അപ്പോൾ ചാർജ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമുക്കിപ്പം പൊട്ടൻഷ്യൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെ കൊണ്ട് ആ കഴിവ് എന്താണ്? അതായത് ഈ ഇലക്ട്രോൺസിനെ ഈ പ്രോട്ടോൺസിനെ നിന്നും വേർതിരിക്കാനുള്ള ആ ഒരു കഴിവിനെ, ആ ഒരു എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 പ്ലേറ്റ് എടുക്കുകയാണ്. 2 പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു പ്ലേറ്റ്, ഇപ്പുറത്തെ സൈഡിലും ഒരു പ്ലേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ 2 പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിന് നമ്മൾ ഡിഫറെൻറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത് ഇത് +1 കൂളംസ്, ഇത് +3 കൂളംസ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്. അപ്പോൾ ഇവിടെ 1 കൂളമ്പ് ചാർജ് ഉണ്ട്, ഈ പ്ലേറ്റിൽ 3 കൂളമ്പ് ചാർജ്. ഈ ഏരിയയിൽ, അതായത് ഈ ഫ്രീ സ്പേസിനകത്ത് നമുക്ക് കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കിപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് പറയാം, ഇവിടെ ഇപ്പം 1 2 3 4 5 6 7 8 9 ഇലക്ട്രോൺസ് ഇതിനകത്തുണ്ടെന്ന് വിചാരിക്കാം. ഒരു ചാർജിന്, 1 കൂളം ചാർജിന് അട്രാക്റ്റ് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ, ഇതിപ്പോൾ പ്ലസ് ആണല്ലേ, അപ്പോൾ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നത് 3 ഇലക്ട്രോൺസിനെയാണ്. അങ്ങനെ വിചാരിച്ചാൽ ഇപ്പം 1 കൂളംബ് ചാർജിന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇപ്പം ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ എന്താ സംഭവിക്കുക? 1 കൂളം ചാർജ് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ, ഈ 1 കൂളം ചാർജ് ഈ പറയുന്ന 3 ഇലക്ട്രോൺസിനെ എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും? ഈ സൈഡിലോട്ട് അട്രാക്റ്റ് ചെയ്യും.
ഇനി ഇവിടെ 3 കൂളം ചാർജ് ഉണ്ട്. 3 കൂളം ചാർജിന് ശരിക്കും അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നത് 9 ഇലക്ട്രോൺസിനെയാണ്. പക്ഷേ ഈ ഒരു 3 എണ്ണത്തിനെ ഇവിടെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് കാരണം ആ ബാക്കി വരുന്ന 6 ഇലക്ട്രോൺസിനെ ആയിരിക്കും ഇപ്പറങ്ങിയിട്ട് ഈ സൈഡിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുക. അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ എന്ത് കിട്ടി? 6 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺസ് ഈ സൈഡിലോട്ടും 6 ഇലക്ട്രോൺസ് ഈ സൈഡിലേക്കും മൂവായി എന്ന് പറയാം. നമ്മൾ മൊത്തത്തിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത്, പകരം 2 ചാർജിൻ്റെയും വ്യത്യാസം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത്തവണ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഈ ഒരു സൈഡിൽ 0 കൂളംസാണ്, ഇപ്പോഴത്തെ സൈഡിൽ 2 കൂളംസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും? ഇത് 0 അല്ലേ, ഇവിടെ 2 ഉണ്ട്. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഒരു കൂളം ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ഇലക്ട്രോൺസിനെ എടുക്കണം. അപ്പോൾ 3 ഇലക്ട്രോൺസിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 കൂളംസിന് എത്ര എടുക്കാൻ പറ്റും? 6 ഇലക്ട്രോൺസിനെ 6 ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല, 0-ത്തിലാണ്. അപ്പം 6 ഇലക്ട്രോണിക്സ് തന്നെ എവിടെ കിട്ടും? 6 ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കുന്ന എനർജി തന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതായത് ഇതിനെ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഇപ്പുറത്തും ഒരാൾ നിൽപ്പുണ്ട്. നമ്മുടെ വടംവലി ഒന്ന് ആലോചിച്ചാൽ മതി. എന്നിട്ട് ഇവർ തമ്മിൽ ഒരു കയറ് കെട്ടിയിട്ട് വലിക്കുകയാണ്. കയറ് കെട്ടി വലിക്കുമ്പോൾ ഇവർ രണ്ടുപേരും 2 സൈഡിലോട്ട് വലിക്കുക. ഇവർക്ക് 2 പേർക്ക് ഒരേ ചാർജാണെന്ന് വിചാരിക്കുക, ഒരേ ശക്തിയാണ്. ഒരേ ശക്തിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. ഓപ്പോസിറ്റ്, ഒരാൾ ഇങ്ങോട്ട് വലിക്കുകയാണ്, ഒരാൾ ഇങ്ങോട്ട് വലിക്കുകയാണ്. ഇങ്ങനെ വലിച്ചാൽ ഈ പോയിൻ്റ് മൂവ് ചെയ്യുമോ? മൂവ് ചെയ്യില്ല അല്ലേ. 2 പേർക്കും ഒരേ ശക്തിയാണ്. ഒരേ ശക്തി, ഒരേ ടെക്നിക്ക്, ഒരേ പൊക്കം, വണ്ണം എല്ലാം ഒരേ സാധനം. 1 കൂളംസാണ് 2 പേർക്ക്. അപ്പോൾ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഇതൊരു സൈഡിലേക്കും മൂവ് ആകത്തില്ല. അതേ സമയത്ത് ഇവിടെ 2 പേരാണെങ്കിലോ ഈ ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷേ സ്റ്റിൽ ഈ 1 കൂളംസ് ഉള്ള ആളും ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പുഷും കൂടെ ഒരു പുള്ളും കൂടെ വരുന്നുണ്ട്. ഇയാൾ എത്ര വലിച്ചാലും ഇവിടെ ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്ന കാരണം ഇത് കുറഞ്ഞിട്ടുള്ള വർക്ക് മാത്രമേ ഇയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മളൊരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ഉന്തുവണ്ടിയുണ്ട്, ഇതിനെ നമ്മൾ തള്ളിക്കൊണ്ട് പോവുക. അത് തള്ളുന്ന ഇവിടെ ഒരാൾ നിന്നിട്ട് പുഷ് ചെയ്യാണ്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പുഷ് ചെയ്യാണ്. ഇയാൾ ഇങ്ങോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ വേറൊരാൾ നിൽപ്പുണ്ട്, ഇയാൾ തിരിച്ച് പുഷ് ചെയ്യാണ്, ഇങ്ങോട്ട് തള്ളുകയാണ്. ഇത് വണ്ടി എങ്ങോട്ട് നീങ്ങും? വണ്ടി ഒരിടത്തോട്ട് നീങ്ങില്ല. പകരം ഇവിടെ ഇപ്പം 2 പേര് വന്നു. ഇവർ 2 പേരും കൂടി ഇങ്ങോട്ട് പുഷ് ചെയ്യാം, സ്റ്റിൽ ഇയാൾ ഇങ്ങോട്ട് തള്ളുന്നുമുണ്ട്. അപ്പോൾ ഇത് പോകേണ്ട ദൂരം കുറവായിരിക്കും. അപ്പം നമ്മൾ ഇതിനെ കൂടുതൽ ദൂരത്തേക്ക് തള്ളിക്കൊണ്ടുപോകാൻ ഇവിടെ കൂടുതൽ ആൾക്കാർ വേണം. അപ്പം ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞ സാധനം കിട്ടി, വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു സൈഡിൽ ഉള്ള എനർജി നോക്കിയിട്ടല്ല അതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, നമ്മളെപ്പോഴും ഡിഫറൻസ് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുക അല്ലേ. ഇവിടെ നിന്ന് ആരൊക്കെ പുറകോട്ട് വലിക്കുന്നുണ്ട്, അവിടെ നിന്ന് ആരൊക്കെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഇതിനിടയ്ക്കുള്ള എനർജി എന്ന് പറയുന്നത് അല്ലേ. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പൊളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്ലസ് സൈനാണ്. പ്ലസ് സൈൻ ആയതുകൊണ്ടാണ്. തിരിച്ചിവിടെ മൈനസ് ആയിരുന്നുവെങ്കിൽ ഇത് തിരിച്ച് സംഭവിച്ചേനെ. ഈ 3 പേരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ മൈനസ് ആയിരുന്നുവെങ്കിൽ 3 പേരെ റിപ്പൽ ചെയ്തേനെ. അപ്പം ഇങ്ങോട്ടത്തേക്ക് 9 എങ്ങോട്ട് തന്നെ പോയേനെ, ഇങ്ങോട്ട് പോയേനെ. അതുകൂടാതെ അഡീഷണൽ ഒരു 3 എണ്ണം കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് പോകും. കാരണം ഇവിടെ 3 എണ്ണത്തിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇവർ 9 പേരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു തടസ്സമില്ല. പകരം 3 എണ്ണത്തിന് ഇവർ റിപ്പല്ലും കൂടെ ചെയ്ത് കൊടുക്കും. അപ്പം ശരിക്കും ഇവിടെ നമുക്കപ്പോൾ ഫൈനലി നോക്കുകയാണെങ്കിൽ 9 ഇലക്ട്രോൺസ് അല്ല, നമുക്ക് 12 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാകും. ഒരു സൈഡ് മൈനസ് വന്നിരുന്നെങ്കിൽ. കൺസെപ്റ്റ് കുളവാക്കണ്ട, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. 2 സൈഡും നമ്മളുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരിക. ഒരു സൈഡ് എപ്പോഴും 0 ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാകും. ഒരു സൈഡ് 6 മറ്റേ സൈഡ് 12 ആണെങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അല്ലാതെ 0 തന്നെ ആയിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പം അത് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്കിതിൻ്റെ യൂണിറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ശരിക്കും നമ്മൾ പറയുമ്പോൾ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്.
അപ്പോൾ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുക: മെഷർ ഓഫ് എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു മൂവ് ആൻ ഇലക്ട്രിക് ചാർജ്. ഒരു ഇലക്ട്രിക് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടുന്ന വർക്കിനെയാണ് നമ്മൾ വോൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മെഷർമെൻ്റ് ആണ്. ശരി, അപ്പോൾ ഇതേ സെയിം ഡെഫിനിഷൻ നമ്മൾ ഇതിന് മുന്നേ കേട്ടു. അവിടെ പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ വോൾട്ട് എന്ന് വിളിക്കുന്നത്. വോൾട്ടിനെ ഒരു സിമ്പിൾ ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പറയുന്ന ഇക്വേഷൻ ഇതാണ്. എന്താണ്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. ഇതാണ് വോൾട്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പറയാം? നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ട് നോക്ക്. അതായത് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്രത്തോളം വർക്ക് ചെയ്യണം, അതാണ് വോൾട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് കിട്ടി. ചാർജ് നമ്മൾ ജൂൾസ്, ചാർജിൻ്റെ യൂണിറ്റ് ജൂൾസ് ആണ്. വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംസ് ആണ്. സോ വർക്ക് ഡണ്ണ് നമുക്ക് ജൂൾസ് കിട്ടി, ചാർജിൻ്റെ യൂണിറ്റ് നമുക്ക് കൂളംസ് എന്നാണ് വരിക. അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? W/Q. നമ്മൾ നമ്മുടെ പഴയ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഈ ഒരു കേസിൽ നമ്മുടെ പഴയ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ പഴയ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഈ എക്സാമ്പിളിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരാൾ ഇങ്ങോട്ട് വലിക്കുകയും ഒരാൾ അങ്ങോട്ട് വലിക്കുകയും ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പം നമ്മൾ ഈ പെട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതുപോലെ ഒരു എക്സാമ്പിളും കൂടെ നോക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ഈ ബോക്സിനെ മൂവ് ചെയ്യിച്ച് ഈ ഒരു പോയിന്റിൽ എത്തിക്കണം. അപ്പം ഈ ഒരു പോയിന്റ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്യണ്ടേ? ആ വർക്ക് ചെയ്യണം. ആ വർക്ക് എന്ന് പറയുന്നത് 1 ജൂളാണെന്ന് വിചാരിക്കുക. ഇതിനെ ഇവിടം വരെ എത്തിക്കുന്ന ആ വർക്ക് 1 ജൂളാണെന്ന് വിചാരിക്കുക. അപ്പം ഈ ബോക്സിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 കൂളംസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എളുപ്പത്തിന് വേണമെങ്കിൽ വെയിറ്റ് ആയിട്ട് വിചാരിക്കും. ഇതിന് ഒരു ബോക്സിന് 1 കിലോ വെയിറ്റ് ഉണ്ട്. അതിനെ 1 ജൂൾസ് എന്ന് പറയുന്ന വർക്ക് കൊടുക്കുമ്പോൾ അതിവിടെ എത്തും. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ഇനി വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വർക്ക് എത്ര വേണം? വർക്ക് വേണ്ടത് 1 ആണല്ലേ. 1 ജൂൾസ് വർക്ക് വേണം ഈ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട്. അപ്പം നമുക്ക് 1 വോൾട്ട് എന്ന് കിട്ടി. ഇനി തിരിച്ച് നമുക്കൊരു 10 ജൂൾ പവർ വേണം വർക്ക് ചെയ്യാൻ. 10 ജൂൾ വേണം ഇതിനെ ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കാൻ. ഈ 1 ചാർജിനെ, 1 കൂളംസ് ചാർജിനെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ എത്തിക്കാൻ 10 ജൂൾസ് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 10/1 10 വോൾട്ട് വേണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? അത് എന്താണ്? അതായത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ, നമുക്ക് ഒരു ചാർജിനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ എന്ത് കൊടുക്കണം? ആ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലായിരിക്കണം. ഇനി ഇവിടെ നമുക്ക് വേറൊരു പോയിൻറ്റും കൂടെ കിട്ടിയില്ലേ? കാരണം 1 കൂളംസ് ചാർജിനെ മൂവ് ചെയ്യിക്കാനാണ് കിട്ടുന്നത്. ഇവിടെ 2 കൂളംസ് ആയിരുന്നെങ്കിലോ, അതായത് 2 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നെങ്കിലോ, 2 കൂളംസ് ചാർജ് ഉണ്ടെങ്കിലോ, 2 കൂളംസിൻ്റെ അത്രയും കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, 2 കൂളംസ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് അത്രയും വോൾട്ടേജ് വേണോ? കാരണം ചാർജ് എന്ന് പറയുന്നത് ഇവിടെ അല്ലേ. അപ്പോൾ എന്തായി മാറി? 5 വോൾട്ട് പോരെ. അപ്പം ഈ 10 ജൂൾസ് വർക്ക് ചെയ്യാൻ നമുക്ക് 2 കൂളംസ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മുടെ വോൾട്ടേജ് കുറച്ച് മതി. അപ്പം ഞാൻ ആ വെയിറ്റിൻ്റെ കൺസെപ്റ്റ് ഇവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആദ്യം ഇവിടെ വെയിറ്റ് ആയിട്ട് അത് പറ്റില്ല. കാരണം വെയിറ്റ് കൂടുമ്പോൾ എങ്ങനെ ആ കൺസെപ്റ്റിലാണെങ്കിൽ കൂടുതൽ. ഇതിപ്പം ആൾ കൂടുന്നു എന്ന രീതിക്കാണ്. അത് 2 കൂളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൂടുതലാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാൾ നിന്ന് ഈ വർക്ക് ചെയ്യിക്കുകയാണ്. അതേ സ്ഥലത്ത് 2 പേര് വരുമ്പോഴോ ആ വർക്ക് പകുതി ചെയ്താൽ മതി അല്ലേ. അത് 3 പേരാകുമ്പോഴോ വീണ്ടും കുറയും. അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ എണ്ണം കൂടുന്തോറും, അതായത് ചാർജ് കൂടി വരും തോറും, ചാർജിൻ്റെ അളവ് കൂടുന്തോറും, അല്ലെങ്കിൽ ആ ഇലക്ട്രോൺസുകളുടെ എണ്ണം കൂടുന്തോറും അതിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു എനർജി എന്ത് ചെയ്തോളും? കുറഞ്ഞു വരും. അപ്പോൾ അതും കണ്ടക്റ്റിംഗ് മെറ്റീരിയലിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം അല്ലേ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസുകൾ ഉള്ളത് ഇപ്പം കോപ്പർ വയറിലോ മെറ്റൽ വയറിലോ ഒക്കെ ആണെങ്കിൽ അതിൽ കൂടെയുള്ള കറണ്ടിന് കുറഞ്ഞ വോൾട്ടേജിൽ നമുക്ക് മാക്സിമം കറണ്ട് പാസ് ചെയ്യും. പക്ഷേ അത് റെസിസ്റ്റൻസ് കൂടുതലുള്ള മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ ഗ്രാഫൈറ്റിലല്ല, നമുക്ക് അത്തരത്തിലുള്ള കൂടുതൽ പെട്ടെന്ന് കണ്ടക്ഷൻ നടക്കാത്ത മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കൂടുതൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കണം അപ്പുറത്തെ സൈഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വോൾട്ടേജിൻ്റെത് ഇപ്പം ഞാൻ ഇക്വേഷൻ പറഞ്ഞു W/Q. നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എത്രയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ അതിൻ്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കിട്ടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇനി അടുത്തതൊരു ചെറിയ കണക്ക്. ഓക്കെ,
അപ്പം കണക്ക് നമുക്കിതിനകത്ത് വളരെ അത്യാവശ്യമാണ്. സിമ്പിളായിട്ട് ഞാൻ പറയാണ്, നമുക്കൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ ഈ ബാറ്ററി ഇവിടെ ഉപയോഗിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യണമല്ലേ. ഈ ബാറ്ററി ഉപയോഗിച്ച് എനിക്ക് 75 ജൂൾസിൻ്റെ വർക്കാണ് ചെയ്യേണ്ടത്. 75 ജൂൾസിൻ്റെ വർക്ക് ഈ ബാറ്ററി ഉപയോഗിച്ച് ചെയ്യണം. അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര കൂളംസ് ചാർജിനെ ഞാൻ മൂവ് ചെയ്യിക്കണം? ഞാൻ മൂവ് ചെയ്യിക്കേണ്ടത് 50 കൂളംസ് ചാർജിനെയാണ്. അതായത് 75 ജൂൾസ് വർക്ക് ചെയ്യിക്കണം, അല്ല 50 ചാർജിനെ മൂവ് ചെയ്യിക്കണം. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ 75 ജൂൾസ് ചാർജ് എനിക്ക് വേണം, അല്ലെങ്കിൽ വർക്ക് എനിക്ക് ചെയ്യണം. 75 ജൂൾസിൻ്റെ വർക്ക് ചെയ്യണം 50 കൂളംസിൻ്റെ ചാർജ് ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വോൾട്ട് വേണം, അല്ലെങ്കിൽ ആ ബാറ്ററിയുടെ പവർ എത്രയാണ്? ഈ ബാറ്ററിക്ക് ഇത്രയും കഴിവുണ്ട്, 75 ജൂൾസ് 50 ചാർജ് ഉപയോഗിച്ച് മൂവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും? അല്ലേ, നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം W/Q ആണ്. W എന്ന് പറയുന്നത് 75 Q എന്ന് പറയുന്നത് 50 ആണ് എങ്കിൽ ബാറ്ററിയുടെ ചാർജ് എത്ര കിട്ടി? 1.5 വോൾട്ട്. നമ്മുടെ കുഞ്ഞു ബാറ്ററികളുടെ വോൾട്ടേജാണ് 1.5 വോൾട്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? 6.25 × 10⁻18 ഇലക്ട്രോൺസ്. അതായത് ഒരു ജൂൾ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം 1 വോൾട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 6.25 × 10⁻18 ഡിവൈഡഡ് ബൈ 1 കൂളംബ്. 6.25 18 ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു കൂളം ചാർജ് ആണെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ മാറ്റിയാലേ ഒരു ജൂൾ എന്ന് പറയുന്ന ഒരു വർക്ക് ഡൺ ചെയ്യാനായിട്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എണ്ണമൊക്കെ വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആക്ച്വലി ഇത്രയും ഹെവി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന കറണ്ടൊക്കെ നമ്മുടെ സർക്യൂട്ടുകളിലൂടെ ഒഴുകുന്നത്. ഒരു തിയററ്റിക്കൽ അപ്രോച്ചാണ്. ഈ തിയറി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ഞാനൊക്കെ അതിൻ്റെ ആൻസർ തരാം. ഇതുപോലുള്ള ക്ലാസ്സസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സസിലേക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കിട്ടും. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.